SMB Media presents. ദേ പോകുന്നതൊരു തീയാണ്, അണയാതെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു തീ, കവലകൾ വെറുക്കുന്ന തീ, അധികമാരാലും അംഗീകരിക്കപ്പെടാത്ത തീ, പലരും കെടുത്തുവാൻ ശ്രമിച്ചിട്ടും കെടാതെ കത്തി ജ്വലിക്കുന്ന തീ, കവലകളിൽ വഴിയരികിലൊക്കെ നിന്ന് ജ്വലിച്ച് കയറുന്ന തീ. മറ്റൊരുത്തിനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് തൻ്റെ ഇടത്തോടെ ധൈര്യമായി നിന്ന് പറയുന്ന, അവരെ അങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്ന തീ, സുവിശേഷമാകുന്ന തീ. സുവിശേഷമാകുന്ന തീ ഇവരിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആവേശം ഇവരുടെ സിരകളിലൂടെ പാഞ്ഞു കയറി ഇവരെ ഭ്രാന്തമായി നടത്തിക്കൊണ്ടിരിക്കും. ഇവന് തലയുടെ സ്ഥിരത നഷ്ടമായോ എന്ന ചോദ്യം പലരിൽ നിന്നും ഇവർ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കളിയാക്കിയാലും ആക്ഷേപിച്ചാലും ഉപദ്രവിച്ചാലും അവിടെ നിർത്തിപ്പോകുന്നവരല്ല ഇവർ. അവർ അണയാതെ ദിനവും കത്തിക്കൊണ്ടേയിരിക്കും. പല രാജാക്കന്മാരുടെ വലിയ വേദികൾ ഇവരെ അവഗണിക്കും. കവലകളിലെ പോസ്റ്ററുകളിലെ മുന്തിയിനം ആളുകളുടെ കൂടെയൊന്നും ഇവരുടെ ഫോട്ടോ കാണില്ല. പക്ഷേ ആ പോസ്റ്ററുകൾക്ക് താഴെയായി ഒരുവൻ നിൽക്കുന്നുണ്ടാകും, ഒരു തീയായി. കവലകളാണ് അവന് വേദി, കാണികളില്ലാത്ത വേദി. കാരണം ഇവർ വഹിക്കുന്ന തീ ലോകത്തെ വെറുക്കുവാൻ പഠിപ്പിച്ചൊരുവനെ രക്ഷിച്ച് നല്ല മനുഷ്യനാക്കുന്നു, നിത്യതയ്ക്ക് അവകാശിയാക്കുന്നു. എന്ത് സാഹചര്യമായാലും അതിൻ്റെ നടുവിൽ ഇത്ര എരിവോടെ നിൽക്കുന്നതിന് കാരണം അവരുടെ ഉള്ളിലെ കത്തുന്ന സുവിശേഷവും അതിൻ്റെ ആവേശവുമാണ്. ആ സുവിശേഷത്തിൻ്റെ ജ്വാല പകർന്നു നൽകുവാനായി അവർ കവലകൾ തോറും ആ എരിവോടെ പായുകയാണ്. പലരും അവരെ ആട്ടിയോടിക്കാറുണ്ട്, എങ്കിലും അവർ പിന്മാറില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇവർ വളരെ ക്ഷീണിതരായിരിക്കാം. ലുക്കൊന്നും ഉണ്ടാകില്ല നോക്കിലും വേഷത്തിലും. ചിലർ പ്രായമേറിയവരുമായിരിക്കാം. അതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് വ്യാമോഹിച്ചാൽ പോലും അവർ പ്രതികരിക്കില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്ന ഒരുവൻ അവർക്കുണ്ട്. അവൻ അവർക്കായി പ്രതികരിക്കും. വലിയ ജീവിത സാഹചര്യമോ ഒന്നും ഇവരിൽ പലർക്കും ഉണ്ടാകില്ല. കീശയിൽ ഒരു നാണയം പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അപ്പോഴും ആ മുഖത്ത് നോക്കിയാൽ അവരിലൊരു നിറഞ്ഞ സന്തോഷം മുഖത്ത് കാണാം. കാരണം സമ്പത്തോ ലോകമോ ആരോഗ്യമോ ഒന്നുമല്ല അവർക്ക് വലുത്. തന്നെ ദൗത്യമേൽപ്പിച്ചവൻ ഉദ്ദേശമാണ് വലുത്. അതിനുവേണ്ടി ആ ജ്വാലയണയും വരെ അവർ മറ്റുള്ളതിനെയൊക്കെ ത്യജിച്ചങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പലരും ശ്രമിച്ചു അവരിലെ തീ അണയ്ക്കുവാൻ. പക്ഷേ ശ്രമങ്ങൾ കൂടുന്തോറും ആ തീ ആളിക്കത്തുകയായിരുന്നു. ഒരു കവലകളും ഇവരെ സ്വീകരിക്കില്ല. കവലകളിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ തീയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ചുറ്റും ശത്രുക്കൾ രൂപപ്പെടുന്നു ഇവരെ തകർക്കുവാൻ. അങ്ങനെ ആ കവലകൾ നൽകുന്ന മർദ്ദനം ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ഇവരിൽ പലരെയും മരണത്തിലേക്ക് എത്തിച്ചു. അതേ രക്തസാക്ഷികളായി കർത്താവിന് വേണ്ടി. ഇവർ നൽകിയ രക്ഷയുടെ ലഘുലേഖനങ്ങൾ ഇവർക്ക് നേരെ എറിഞ്ഞു. പലരും അത് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു. പലരും വന്നിവരെ പരിഹസിച്ചു, തെറി അഭിഷേകം നടത്തി, മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ചു കാണിച്ചു പേടിപ്പിക്കുവാൻ. ഇത്രയൊക്കെ കാണിച്ചാലും ഇവർ ഒന്ന് പേടിച്ചു പിറകിലേക്ക് മാറുമെന്നോ ഈ തീ അണയ്ക്കുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതെല്ലാം അവർക്ക് നൽകുന്നത് ഇരട്ടി ആവേശമാണ്. അവർക്കായി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുകയാണപ്പോൾ. കാരണം ഉയരത്തിലെ ആ തീയാണ് അവരുടെ ഉള്ളിൽ നിന്ന് കത്തുന്നത്. അതിനെ തൊട്ട് കളിക്കുന്നവൻ ഒന്നുകിൽ ഒരു തീയായി മാറും ഇതേ കവലകളിൽ, അല്ലെങ്കിൽ പൊള്ളൽ അനുഭവിക്കേണ്ടി വരും. വേദികൾക്കു വേണ്ടി പരക്കം പായുന്നവരെ, കീശ നിറയ്ക്കുവാൻ വേണ്ടി സുവിശേഷത്തെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് വിളമ്പുന്നവരെ, നിങ്ങളെ കൊണ്ട് കഴിയില്ല ഒരു തീയാകുവാൻ. നിങ്ങൾ കവലകളിലേക്ക് ഇറങ്ങ്. അവിടെ ഏതോ ഒരിടത്ത് ഒരു തീ നിന്ന് ജ്വലിക്കുന്നുണ്ടാകും. കാണാൻ ലുക്കില്ലാത്ത, വിയർത്തു നിൽക്കുന്ന, പകൽ വെയിലേറ്റ് വാഴി ക്ഷീണിച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, കഴുത്തിൽ ഒരു വാക്യം ബോർഡ് തൂക്കിയിട്ട് ഭ്രാന്തമായി നിൽക്കുന്നൊരു തീ. ആളുകൾ നിറഞ്ഞ വേദികളെ മോഹിച്ച് ശ്രമിച്ചു നേടിയെടുക്കുമ്പോൾ, പോസ്റ്ററുകളിൽ ഫോട്ടോയ്ക്കായി അശ്രാന്തം പരിശ്രമിച്ചപ്പോൾ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസം സ്വപ്നം കണ്ടപ്പോൾ, പണത്തിനായി വചനത്തെ വിറ്റുകളഞ്ഞപ്പോൾ നിങ്ങളിൽ തീ കെട്ടു. പിന്നെ എന്ത് തീയാണ് നിങ്ങളിലുള്ളത്? വേദി വിട്ടിറങ്ങി കവലയിലേക്ക് ഇറങ്ങിച്ചെന്ന് യഥാർത്ഥമായി അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു തീയുണ്ട്. അതിനായി ഒരുക്കി വിട്ടവനെ അനുസരിച്ച് നിൽക്കുന്ന ഒരു തീ. അവർക്ക് മുൻപിൽ നിന്നൊരു സല്യൂട്ട് അടിക്കണം. കാരണം അവരാണ് യഥാർത്ഥ തീ. സുവിശേഷവുമായി മറ്റെല്ലാം വേണ്ടെന്ന് വെച്ച് ആത്മദാഹത്തോടെ പായുന്ന തീ. അതെ, അവർ ഇന്നും വിശ്രമമില്ലാതെ തെരുവുകളിൽ കത്തുകയാണ്. അവർക്ക് നിന്ന പ്രശ്നമല്ല, പരിഹാസം പ്രശ്നമല്ല, പട്ടിണി പ്രശ്നമല്ല, ഉപദ്രവം പ്രശ്നമല്ല. അവരുടെ പ്രശ്നം ആത്മാവിൻ്റെ വിടുതലാണ്. ഹേ ലോകമേ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇവരത് തുടർന്നുകൊണ്ടേയിരിക്കും. തീ കത്തിക്കൊണ്ടിരിക്കും തലമുറയായി. അടിക്കുവാൻ നിൽക്കുന്നവർ മുന്നിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും പരിഹാസം കേട്ടിട്ടും
അതിൻ്റെ നടുവിലേക്ക് കണ്ടാൽ ആർക്കും ഇട്ട് തട്ടാമെന്ന് കരുതുന്ന ഒരാൾ ഒരു മൈക്കും പിടിച്ച് ആൾബലവുമില്ലാതെ രണ്ട് കാലും ധൈര്യമായി ഉറപ്പിച്ചു നിന്ന് വളരെ ഉച്ചത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണമെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ ആ ഉള്ളിലെ തീ എന്തായിരിക്കുമെന്ന്? ചുറ്റും നിന്ന് പല്ലുകടിച്ച് മുഷ്ടി ചുരുട്ടി കാണിച്ചാലും ആ തീ അണയുവാൻ പോകുന്നില്ല, നിന്ന് കത്തും. ആ തീ ഒരു നാൾ നിങ്ങളെയും കത്തിക്കും. കാരണം സുവിശേഷത്തെ എതിർത്തവർ പിന്നെ സുവിശേഷത്തിൻ്റെ വാഹകരായി കത്തിയ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര എതിർത്തിട്ടും കാര്യമില്ല സുഹൃത്തെ, കാരണം കത്തിച്ചവനാണ് നിയന്ത്രിക്കുന്നത്. അവൻ അണയ്ക്കുന്നത് വരെ അവർ കവലകളിൽ നിന്ന് കത്തും. അങ്ങനെ ഈ കവലകളിൽ ദൈവത്തിനായി വിശ്രമമില്ലാതെ ഒരു തീനാളമായി ജ്വലിക്കുന്നവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നതിനൊപ്പം അവരോടൊപ്പം ഞങ്ങളും പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഈ കാലഘട്ടത്തിലും വളരെ ഭ്രാന്തമായ സുവിശേഷത്തിനു വേണ്ടി ജ്വലിച്ചു നിന്നിരുന്ന രാജപ്പനുപദേശി, മനുവേലുപദേശി, അങ്ങനെ എത്ര ഉപദേശിമാർ വേല തികച്ചു പോയെങ്കിലും അടുത്ത തലമുറയിലേക്ക് പകർന്ന തീയുമായി അടുത്ത ഒരുവൻ പുറപ്പെട്ടു കഴിഞ്ഞു കവലകൾ തേടി.